ഹലോ നമസ്കാരം, വെൽക്കം ടു ഡേ ഡ്രീംസ്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോൾ കപ്പഡോക്കിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കപ്പഡോക്കിയയിൽ നിന്ന് ഇസ്താൻബുൾ വരെയുള്ള ഒരു യാത്രയാണ് ഇപ്പം നമ്മളിനി കാണാൻ പോണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇസ്താൻബുളിൽ നിന്ന് ദുബായ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോട്ടൽ റൂമൊക്കെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന ആളെയും കാത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഞങ്ങളുടെ ആവേശം കണ്ടിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചർച്ച് ഉണ്ട്, അവിടെ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം തന്നു. വണ്ടിക്കാരൻ വരുമ്പോൾ കുറച്ച് നേരം ആളെ വെയിറ്റ് ചെയ്യിപ്പിക്കാം എന്ന ഉറപ്പിൽ ഞങ്ങൾ അവിടേക്ക് നടന്നു. നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ സൈഡിലുള്ള ഒരു പള്ളീൻ്റെ അടുത്തേക്കാണ് പോണത്. ഒരു ഗുഹേൻ്റെ ഉള്ളിലുള്ള ഒരു പള്ളി, പറ്റുകയാണെങ്കിൽ ഒന്ന് കാണണം. ഹോട്ടലിൽ നിന്നും 5 മിനിറ്റ് നടക്കുന്ന ദൂരമേ ഉള്ളൂ ഈ ചർച്ചിലേക്ക്. പണ്ട് കാലത്തെ ക്രിസ്ത്യൻ ദേവാലയമാണിത്. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു ഗുഹ, പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് ആ ദേവാലയത്തിൻ്റെ ഭംഗി മനസ്സിലായത്. കല്ലിൽ പണിത ഒരു ചർച്ച്. ഇതുപോലത്തെ കുറേ ചർച്ചുകളുണ്ട് ഈ ഭാഗത്ത്. ഭാഗ്യത്തിന് ഇന്നാണ് ഞങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റിയ ഒരു അവസരം കിട്ടിയത്. കല്ലിൽ ചില ഭാഗത്ത് കൊത്തുപണി കൊണ്ട് ചിത്രങ്ങൾ ഉള്ളതും കാണാം. ഇന്നിപ്പോൾ ഫോട്ടോ സെഷന് വേണ്ടിയും ടൂറിസ്റ്റ് സ്പോട്ടുമായിട്ട് ഈ ചർച്ച് മാറിപ്പോയി. ഈ പള്ളിയുടെ പേരാണ് ദർമസ് ഖാദർ. 9 മീറ്റർ ഹൈറ്റും 11 മീറ്റർ നീളമുള്ള ഒരു ക്രിസ്ത്യൻ കേവ് ചർച്ചാണിത്. 1500 വർഷം പഴക്കമുള്ള ഈ ചർച്ചിൻ്റെ ഭംഗി ഒരു രക്ഷയുമില്ല. വളരെ കുറച്ച് ഭാഗത്താണ് വാൾ പെയിൻറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ചർച്ച് നിൽക്കുന്നത് ഒരു പീജൻ ഹൗസിൻ്റെയും അണ്ടർഗ്രൗണ്ട് കനാലിൻ്റെയും അടുത്താണ്. കപ്പഡോക്കിയയിലെ ഏറ്റവും വലിയ കേവ് ചർച്ചിൽ ഒന്നാണ് ഈ പള്ളി. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു നടന്നു. ഞങ്ങൾക്ക് വേണ്ടി വന്ന ഡ്രൈവറും എത്തി. റിസപ്ഷനിൽ നിൽക്കുന്ന ആളോട് സലാം പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറി. ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ് ഇനി യാത്ര. ഏകദേശം 1 മണിക്കൂർ ദീർഘമുള്ള യാത്രയാണ്. കപ്പഡോക്കിയ നഗരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഓരോ നല്ല നിമിഷങ്ങളും ഓർത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കപ്പഡോക്കിയ നഗരം കണ്ടില്ലെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് പല എക്സ്പീരിയൻസും മിസ്സായി പോയേനെ. ഞങ്ങൾ യാത്ര തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഒപ്പം ഫ്ലൈറ്റിൽ സഞ്ചരിച്ച ഒരാൾ തുർക്കിയെ പറ്റി പറഞ്ഞത് ഒന്ന് ഓർത്തുപോയി. ആളുടെ വെക്കേഷൻ ഹോമാണ് തുർക്കി. പുള്ളി ഈജിപ്ഷ്യൻ ആണെങ്കിലും തുർക്കിയാണ് ആളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം. ഇപ്പോൾ ഈ തുർക്കി നഗരം കണ്ടതിന് ശേഷം ഞാനും ആ ഒരു അഭിപ്രായത്തിൽ യോജിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇതാണ് കപ്പഡോക്കിയയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള എയർപോർട്ട്, കൈസരി എയർപോർട്ട്. അധികം പാസഞ്ചേഴ്സ് ഇല്ലാത്ത ഒരു ചെറിയൊരു എയർപോർട്ട്. ചെക്ക് ഇൻ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഇസ്താൻബുളിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും. പുറത്ത് മിലിറ്ററി ഫ്ലൈറ്റ്സും ജെറ്റ് വിമാനങ്ങളും പാർക്ക് ചെയ്തത് കാണാം. അധികം സമയം വൈകാതെ തന്നെ നിങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എത്തി. പെഗസസ് എയർലൈൻസ് ആണ് കൂടുതലും ഇവിടേക്ക് യാത്രയ്ക്കായിട്ട് സർവീസ് ചെയ്യുന്നത്. 1.5 മണിക്കൂർ യാത്രയാണ് ഇസ്താൻബുൾ എയർപോർട്ടിലേക്ക്. ഒരു കുട്ടി ഫ്ലൈറ്റ് ആണെങ്കിലും ഈ ഫ്ലൈറ്റ് ഫുള്ളി ബുക്ക്ഡ് ആണ്. ഞങ്ങളുടെ പാക്കേജിലുള്ള ഒരു യാത്രയായിരുന്നു ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ട്രിപ്പ്. തുർക്കി കാണേണ്ട ഞങ്ങളുടെ അവസാനത്തെ ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല, സമയം പെട്ടെന്ന് പോകുന്നത് പോലെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയിട്ട് വേണം ബാക്കിയുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഫ്ലൈറ്റ് യാത്ര വളരെ സുഖകരമായിട്ട് സമയത്തിനെത്തി. ലാൻഡ് ചെയ്തതിന് ശേഷം 6 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുക്കാൻ. ദുബായിക്കാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇസ്താൻബുൾ സിറ്റി വന്നപ്പോൾ ഗ്രാൻഡ് ബസാർ കാണാൻ പറ്റിയിരുന്നില്ല. സൺഡേ ഹോളിഡേ കാരണം ഗ്രാൻഡ് ബസാർ ക്ലോസ് ആയിരുന്നു. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, നെക്സ്റ്റ് ലൊക്കേഷൻ ഗ്രാൻഡ് ബസാർ എന്ന് ഉറപ്പിച്ചു. ഗ്രാൻഡ് ബസാർ കാണാൻ എന്നുള്ള മോഹത്തോടെ ഞങ്ങൾ വേഗം എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് നോക്കി നടന്നു. എയർപോർട്ടിൽ നിന്നും 1 മണിക്കൂർ ദൂരെയാണ് ഈ ഗ്രാൻഡ് ബസാർ. ലഗേജ് തൽക്കാലം എയർപോർട്ട് ലഗേജ് ഹോൾഡറിൽ പോയിട്ട് ഒരു ദിവസത്തെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ വെച്ചു. ഏകദേശം 100-ലേറെയാണ് ചാർജ്. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് ബസാർ കാണാനുള്ള യാത്ര തുടങ്ങി. തുർക്കി നഗരം ഒന്നുകൂടിയും കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ടാക്സിയിൽ കാഴ്ചകളും കണ്ടിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴ വന്നപ്പോൾ അപ്രത്യക്ഷമായി പല റോഡ് ബ്ലോക്കും കിട്ടി. ഫ്ലൈറ്റ് ചിലപ്പോൾ മിസ്സാവും എന്ന് ഇടയ്ക്ക് തോന്നിയിരുന്നു. എന്തായാലും ഇതുവരെ എത്തിയതല്ലേ എന്ന് വിചാരിച്ച് മുന്നിൽ വെച്ച കാല് മുന്നോട്ട് എന്ന രീതിയിൽ യാത്ര തുടങ്ങി. ഇതാണ് ഓസ്മാൻ ഗാസി ബ്രിഡ്ജ്. തുർക്കിയിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജായ ബ്രിഡ്ജ് കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് തോന്നി. തുർക്കിയിൽ വന്നിട്ട് ഇതുവരെ ഈ വഴി കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നില്ല.
ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. ജൂലൈ 1, 2016 തുർക്കിഷ് പ്രസിഡന്റ് റിസെപ് തയ്യിപ് എർഡോഗൻ തുർക്കി ജനങ്ങൾക്ക് ഈ 6 വരി ബ്രിഡ്ജ് തുറന്നു കൊടുത്തത്. ബ്രിഡ്ജ് ഓപ്പണായ സമയത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജിൽ 4ാം സ്ഥാനമാണ് ഈ ബ്രിഡ്ജിന് കിട്ടിയത്. ഞങ്ങളുടെ യാത്രയ്ക്ക് കൂട്ടായ ഗൂഗിൾ മാപ്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ പ്ലാനിംഗ് ഒന്നും നടക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗ്രാൻഡ് ബസാർ സ്ഥിതി ചെയ്യുന്ന ആഗ സ്ട്രീറ്റിലെത്തി. ടാക്സിക്കാരൻ ഡ്രോപ്പ് ചെയ്തത് ഞങ്ങൾ മുന്നേ തുർക്കിയിൽ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പിൻവശത്താണ്. ഇവിടെ നിന്ന് 5 മിനിറ്റ് നടന്നാൽ ലോകപ്രശസ്തമായ ഗ്രാൻഡ് ബസാർ കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഷോപ്പിംഗ് സെൻ്ററാണിത്. 4000 ഷോപ്സ് ഉൾക്കൊള്ളുന്ന ഈ ഗ്രാൻഡ് ബസാർ ദിവസേന 4 ലക്ഷം പേരാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. സോവിനിയേഴ്സ്, ജ്വല്ലറി, കാർപ്പറ്റ്, മിഠായി കടകൾ, അങ്ങനെ ലിസ്റ്റ് കുറേ ഉണ്ട് ഇവിടെ കാണാൻ. 1461 സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ ഗ്രാൻഡ് ബസാർ ആദ്യമായിട്ട് ജനങ്ങൾക്ക് വ്യാപാരത്തിന് വേണ്ടിയിട്ട് വാതിൽ തുറന്നു കൊടുത്തത്. തുടങ്ങിയ കാലത്ത് ഏകദേശം 3000 കടകളുണ്ടായിരുന്നു. പിന്നീട് അത് വലുതാവുകയും നിലവിൽ 4000-ന് മേലെ കടകളായിട്ട് മാറിയിട്ടുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ സാധിച്ചു. ഏത് നാട്ടിലും വന്നാലും ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഫ്ലാഗ്, ബാങ്ക് നോട്ടുകൾ, കോയിൻസ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി. മുമ്പ് ഞാൻ കുറേ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്. ഞങ്ങൾ ഗ്രാൻഡ് ബസാർ വിസിറ്റ് ചെയ്ത സമയത്ത് ചില ഭാഗത്തൊക്കെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ ചില കച്ചവടക്കാർ ഷാറുഖ് ഖാൻ്റെ പാട്ടൊക്കെ പാടി നമ്മുടെ കൈ പിടിച്ച് നമ്മളെ കടയിലേക്ക് കൊണ്ടുപോകും. ഇവിടുത്തെക്കാരുടെ കച്ചവട രീതിയാണിത്. നന്നായിട്ട് വില വീശാൻ അറിയുന്നവർക്ക് ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. ഗ്രാൻഡ് ബസാർ മൊത്തത്തിലൊന്ന് കണ്ട് ആസ്വദിക്കാൻ കുറേ നേരവും ദിവസവും എടുക്കും. കുറച്ച് നല്ല സോവിനിയേഴ്സും അതുപോലെ സ്പൈസസും മേടിച്ച് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങി. ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാമെന്ന പ്ലാനിൽ ഞങ്ങൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഷവർമ ഓർഡർ ചെയ്തു. പണി ചെറുതായിട്ടൊന്ന് പാളി. ഇവിടുത്തെ എല്ലാവരും ഷവർമ ഇങ്ങനെയാണ് അത്ര കഴിക്കുക. അങ്ങനെ ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ഗ്രാൻഡ് ബസാറിൻ്റെ എൻട്രൻസിൽ തന്നെയുള്ള ഒരു ടാക്സിയും എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. സമയത്തിനെല്ലാം ഞങ്ങൾ അവിടെ എത്തിച്ചേരാൻ പറ്റി. ലഗേജ് കളക്ട് ചെയ്ത് ഞങ്ങൾ ഗേറ്റിലേക്കും നടന്നു. ഒരുപാട് കാലത്തിന് ശേഷം യാത്ര ചെയ്തത് കൊണ്ടാവാം നന്നായിട്ട് യാത്ര ആസ്വദിക്കാൻ പറ്റി. തുർക്കിയിൽ ഞങ്ങൾ വീണ്ടും വരും. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച നാടാണ്. ഒരിക്കലും നിങ്ങൾ മറക്കില്ല. കുറച്ച് ദിവസം ചിലവാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി. യാത്ര ചെയ്യാൻ പറ്റുന്ന ഓരോ അവസരവും മിസ്സാക്കാതെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൈൻഡും ബോഡിയും ഒന്ന് ഫ്രഷ് ആവാൻ യാത്ര തന്നെയാണ് ബെസ്റ്റ്. സമയം പോയതറിഞ്ഞില്ല. എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ ഒക്കെ ചുറ്റിക്കണ്ട് ഞങ്ങളങ്ങനെ നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റും എത്തി. ഏകദേശം 5 മണിക്കൂർ യാത്രയാണ് ദുബായ് എയർപോർട്ടിലേക്കുള്ളത്. ഞങ്ങളുടെ ഈ യാത്ര നന്നായിട്ട് ആസ്വദിക്കാനും ഇതേപോലെ ചിത്രീകരിക്കാനും പറ്റിയതിന് സർവേശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ തുർക്കി ട്രാവൽ സീരീസ് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ത്രൂടെ അഭിപ്രായങ്ങളും പറയാം. വേറൊരു കിടിലൻ എക്സ്പീരിയൻസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ടിൽ ദെൻ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.